വർഷം 1951 ഡൈംലർ ബെൻസും ടാറ്റ മോട്ടോഴ്സും ചേർന്ന് പുതിയ ട്രക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചു. ആ ഒരു ട്രക്ക് മാർക്കറ്റിൽ വൻ വിജയമായി. പിന്നീട് 1969 ടാറ്റ സ്വന്തമായിട്ട് ട്രക്കുകൾ നിർമ്മിച്ചു തുടങ്ങി. ഇതോടെ ഡൈംലർ ബെൻസുമായുള്ള പാർട്ണർഷിപ്പ് ടാറ്റ നിർത്തി. അന്ന് ഇന്ത്യ വിട്ട ഡൈംലർ ബെൻസ് പിന്നീട് അങ്ങ് 2011 ഒരു വരവങ്ങ് വരുന്നുണ്ട്. ആ വരവങ്ങ് ചുമ്മാ വന്നതല്ല. 6 വർഷത്തോളം ഇന്ത്യൻ റോഡുകളെയും ഡ്രൈവേഴ്സിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും അവരുടെ ബിസിനസ്സുകളെയും നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ആദ്യ മോഡൽ രൂപകൽപ്പന ചെയ്തത്. കരുത്തരായ രാജാക്കന്മാരായ ടാറ്റയോടും ലൈലാൻഡിനോടുമാണ് അവൻ മത്സരിക്കേണ്ടി വന്നത്. ജർമ്മൻ ടെക്നോളജിയും കൂടുതൽ മൈലേജും ഇന്ത്യൻ ട്രക്കിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന പുത്തൻ ക്യാബിനുകളുമായി അവൻ കടന്നിറങ്ങി. ഇന്ന് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ തന്റേതായ സ്ഥാനം വെട്ടിപ്പിടിച്ചവൻ അവനാണ് ഡൈംലർ ബെൻസിന്റെ രാജപുത്രനായ ഭാരത് ബെൻസ്.